Adobe Photoshop ടൂൾസിലെ ഫസ്റ്റ് ടോപ്പിക് മൂവ് ടൂൾ. അപ്പോൾ ഈ വീഡിയോ തുടങ്ങി നമ്മൾ ടൂൾസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു ഇമേജ് ഓപ്പൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് അഡോബി ഫോട്ടോഷോപ്പ്. ആ ഇമേജ് അവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നേ പഠിച്ച പോലെ ഈ ഇമേജിന്റെ സൈസ് കുറയ്ക്കാം. കാരണം ഇതും ഒരു ഹൈ ഡെഫിനിഷൻ പിക്ചറാണ്, നമുക്ക് ഇത്രയും സൈസ് വേണ്ട. അപ്പോൾ ഞാനത് കുറയ്ക്കുകയാണ്. 1920 ആണ് ഞാൻ ഇതിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ഇമേജിൻ്റെ സൈസ് ചെറുതായിട്ടുണ്ട്. നമ്മളിനി ഇത് സൂം ചെയ്യുക. സൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾട്ട് ഞെക്കി പിടിച്ചിട്ട് നമ്മൾ മൗസ് സ്ക്രോൾ ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താഴെ വന്നാൽ ഇവിടെ സൂം ടൂൾ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂം ഇൻ ചെയ്യാനും അതേപോലെ മുകളിൽ വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സൂം ഔട്ട് ചെയ്യാനും സാധിക്കും. ഈ ടൂൾസ് ഒക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കവർ ചെയ്യാം. പക്ഷെ ആദ്യം നമുക്ക് മൂവ് ടൂളിൽ നിന്ന് തുടങ്ങാം. ഫോട്ടോഷോപ്പിന്റെ പുതിയ വേർഷനിലേക്ക് നമ്മളൊരു ടൂളിന്റെ മുകളിൽ ഹോവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടൂളിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് കാണിക്കുന്ന ചെറിയൊരു ജിഫ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് മൂവ് ടൂളാണ്. ഇതിന്റെ ഷോർട്ട് കീ ആണ് വി. നമ്മൾ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഷോർട്ട് കീസ് ഒക്കെ പഠിച്ചു വെക്കുക. കാരണം എത്രത്തോളം നമ്മൾ ഷോർട്ട് കീ യൂസ് ചെയ്യുന്നു അത്രത്തോളം ഫാസ്റ്റ് ആയിരിക്കും നമ്മുടെ ഇമേജിൽ വർക്ക് ചെയ്യണ പ്രോസസ്സ്. മാത്രമല്ല എല്ലാ ടൂൾസിന്റെയും ഷോർട്ട് കീസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂൾ ബാർ ഹൈഡ് ചെയ്ത് അത്രയും സ്പേസ് കൂടുതലായിട്ട് ഇമേജ് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് കീസ് മാത്രം അടിച്ച് വർക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ മൂവ് ടൂൾ യൂസ് ചെയ്യുന്നത് ഒരു ലെയറിൽ കിടക്കുന്ന കണ്ടന്റിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഈ ഇമേജ് കിടക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ലെയർ ആയിട്ടാണ്, അതുകൊണ്ട് തന്നെ ഇത് ലോക്ക്ഡ് ആണ്. അപ്പൊ നമ്മളിത് മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആക്കി വരും, ഇതിനെ ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ നിന്ന് മാറ്റിയിട്ട് നോർമൽ ലെയർ ആക്കട്ടെ എന്ന്. അപ്പൊ നമ്മളത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്ത ആ ചേഞ്ച് അവിടെ റിഫ്ലക്ട് ചെയ്യും. കണ്ടോ, ഇപ്പൊ നമ്മൾ ഈ നീക്കിയ ചേഞ്ചാണ് ഇത്രയും നീങ്ങിയേക്കുന്നത്. നമുക്കിനി ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എത്ര വേണമെങ്കിലും നീക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൂവ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു പുതിയ ഇമേജ് ആയതുകൊണ്ട് ഇതിലാകെ ഒരൊറ്റ ലെയറേ ഉള്ളൂ. ഇത് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ലെയറും നമുക്ക് ഇതേപോലെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ലെയർ എന്നുള്ള കൺസെപ്റ്റിനെ പറ്റിയിട്ട് മുന്നോട്ടുള്ള വീഡിയോകളിൽ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. പക്ഷേ ബേസിക്കലി ലെയറിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പടം വരയ്ക്കുമ്പോൾ ഒറ്റ പേപ്പറിൽ വരയ്ക്കുന്നതിന് പകരം കുറെ ട്രാൻസ്പെറന്റ് പേപ്പേഴ്സിൽ ഒരു പടത്തിന്റെ പല ഭാഗങ്ങളായിട്ട് വരയ്ക്കുകയാണെന്ന് വെക്കുക. അതിനെയാണ് ലെയേഴ്സ് എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റ് നമുക്ക് ഫോട്ടോഷോപ്പിൽ ഈസി ആയിട്ട് ന്യൂ ലെയേഴ്സ് ആഡ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന അല്ലെങ്കിൽ വരുത്തുന്ന ഓരോ ചേഞ്ചസും ഓരോ ലെയറിലാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെയർ മാത്രമായിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ ചെയ്ത വർക്ക് അല്ലെങ്കിൽ ഇമേജ് പോകണതിന് പകരം ആ ചേഞ്ച് ചെയ്ത ഒരൊറ്റ ലെയർ മാത്രമായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ലെയർ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഓരോ ലെയറിലുള്ള കണ്ടന്റിനെയും അതിപ്പോൾ ഇമേജ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു വരയാണെങ്കിലും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂവ് ടൂൾ യൂസ് ചെയ്യുന്നത്.